ഹൈന്ദവ സമ്മേളനം എന്നുള്ള നിലയിൽ ഹിന്ദു നേരിടുന്ന പ്രശ്നങ്ങൾ കൂടി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതിയെ സ്നേഹിക്കാൻ, പമ്പയെ സ്നേഹിക്കാൻ, നദികളെ സ്നേഹിക്കാൻ, അതിനൊക്കെ പ്രേരിപ്പിക്കുന്ന നിരവധി പരിപാടികൾ ഇതിനകത്ത് നമ്മൾ ചേർത്തിണക്കിയിട്ടുണ്ട്. ഞായറാഴ്ച സമാപന ദിവസം വൈകിട്ട് 7 മണിക്ക് പമ്പ ആരതി നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും സമൂഹത്തിൽ ഒരു ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന, അതിന് പ്രചോദനം നൽകുന്ന, അതിന് ഒരു വഴിവിളക്കായി വർത്തിക്കുന്ന തരത്തിലേക്ക് ഇന്ന് ചെറുകോൽപ്പുഴ ഹിന്ദുമത മഹാമണ്ഡലം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതേപോലെ തന്നെ കുഞ്ഞുങ്ങളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഞായറാഴ്ച ദിവസം ഒരു വലിയ ബാല സമ്മേളനം തന്നെ വെച്ചിട്ടുണ്ട്. ബാലഗോകുലത്തിൻ്റെയും അതേപോലെ തന്നെ മതപാഠശാലയുടെയും ആധ്യാത്മിക പഠന കേന്ദ്രത്തിൻ്റെയും ഒക്കെ കുട്ടികൾ പങ്കെടുക്കുന്ന വലിയ പരിപാടി. ഇപ്പോൾ ഈ ചെറുകോൽപ്പുഴ ഹിന്ദു മഹാമണ്ഡലത്തിന് മുമ്പേ തന്നെ നമ്മളിവിടെ ആധ്യാത്മിക മത്സരങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ അതിൽ വിജയിച്ച കുട്ടികളും അതിൽ പങ്കെടുത്ത കുട്ടികളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ബാലസമ്മേളനം. ആ ബാലസമ്മേളനത്തിൽ അതിൻ്റെ ഉദ്ഘാടകൻ ബാലനാണ്, അതിൻ്റെ അധ്യക്ഷൻ ബാലനാണ് അല്ലെങ്കിൽ ബാലികയാണ്. ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർ മുഴുവൻ കുട്ടികളാണ്. ആ കുട്ടികൾ തന്നെ അധ്യക്ഷനും ഉദ്ഘാടകനും പ്രാസംഗികനും പ്രഭാഷകനും ഒക്കെ ആകുന്ന ഒരു സമ്മേളനം നമ്മൾ ഞായറാഴ്ച നടത്തുന്നു. അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ വിഭാഗത്തിലും ഉള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ, യുവാക്കൾ, സ്ത്രീകൾ, പ്രായമായവർ ഇവരെല്ലാം പങ്കെടുക്കുന്ന ഒരു വലിയ ഹൈന്ദവ മേളയാണ് ഈ ചെറുകോൽപ്പുഴ നടക്കുന്ന ഹിന്ദുമത പരിഷത്ത്.